2023 ഒക്ടോബർ 7 തുടങ്ങിയ ഗാസ സംഘർഷം നാൾക്ക് നാൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. വിഷയത്തിൽ ഇടപെട്ട അമേരിക്കയ്ക്ക് പോലും ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട സ്ഥിതിയാണ്. ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാർ അട്ടിമറിച്ച് നെതന്യാഹു മുന്നോട്ട് പോയപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അമേരിക്കയുടെയും പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേറ്റു. അതുകൊണ്ടുകൂടിയാണ് സമാധാന ശ്രമങ്ങൾക്കായി വീണ്ടും ഇസ്രായേലിൽ എത്താനിരുന്ന ട്രംപ് യാത്ര റദ്ദാക്കിയത്. എന്നാൽ പുറത്തു വരുന്ന പുതിയ വാർത്തകൾ പ്രകാരം ഗാസയിൽ ഇനിയൊരിക്കലും സമാധാനം പുലരില്ലെന്നും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന നിലയിലേക്ക് പശ്ചിമേഷ്യ എത്തിയിരിക്കുന്നു എന്നുമാണ്. പൊതുവെ ആരുമായും സംഘർഷത്തിൽ ഏർപ്പെടാത്ത രാജ്യമാണ് ഖത്തർ. പക്ഷേ ഖത്തറിൽ അഭയം തേടിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. അമേരിക്കയ്ക്ക് പോലും സൈനിക താവളമുള്ള പ്രദേശത്ത് ഇസ്രായേൽ എങ്ങനെ ആക്രമണം നടത്തിയെന്നത് ലോകത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇസ്രായേലിനെ ന്യായീകരിച്ചും ഹമാസിനെ രൂക്ഷമായി വിമർശിച്ചും ഇപ്പോൾ ഖത്തർ രംഗത്ത് വന്നിരിക്കുന്നു. ഗാസയിലെ US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ഹമാസ് ലംഘിച്ചു എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ആരോപിച്ചത്. ആരെന്ത് ചെയ്തു എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം കരാർ തകരില്ലെന്ന് ഉറപ്പാക്കുകയാണ്. ഗാസയെ നിരായുധീകരിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഹമാസിനെയും എല്ലാ പലസ്തീൻ വിഭാഗങ്ങളെയും ഇതിനായി പ്രേരിപ്പിക്കുകയാണ് മധ്യസ്ഥർ. ഈ സമയത്ത് ആക്രമണം നടത്തിയത് തെറ്റായ നടപടിയാണെന്നാണ് ഖത്തർ പറയുന്നത്. നിരായുധീകരണത്തിലൂടെ കടന്നു പോകുന്നത് സങ്കീർണമായ പ്രക്രിയയായിരിക്കും. പക്ഷേ ഇത് കരാറിൻ്റെ ഭാഗമാണെന്ന ട്രംപിൻ്റെ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ഖത്തറിൻ്റെ വാക്കുകൾ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റഫേലെ ജനിന പരിസരത്ത് ഒരു സംഘം ഹമാസ് സൈനികർ ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തിയത്. വെടിവെപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് ഇസ്രായേൽ പലവട്ടം ഗാസയിൽ ആക്രമണം നടത്തി. എന്നാൽ വിഷയത്തിൽ ഇടപെട്ട ഇറാൻ ഗാസയിലെ അരക്ഷിതാവസ്ഥ തുറന്നുകൊണ്ടുപോകുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്നും ഇതൊരിക്കലും അനുവദിക്കില്ലെന്നുമാണ് പറഞ്ഞത്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് ലോകം കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് വലിയ ദുരന്തമായിരിക്കും. റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇറാൻ പുതിയ നീക്കം നടത്തിയിരിക്കുന്നതെന്നാണ് വിവരം. കഴിഞ്ഞ യുദ്ധത്തിന് മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ നിരവധി രഹസ്യരേഖകൾ കൈവശമുള്ളതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ആ വിവരങ്ങൾ ഇസ്രായേലിലെ പ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ സഹായകമാണെന്ന് ഇറാനിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നു. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിന യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ആണവായുധ പരിപാടിയിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതുന്ന ചേം വീസ്മാൻ ലബോറട്ടറിയിലെ ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണത്രേ. എങ്കിലും ഇറാൻ പുറത്തുവിട്ട രേഖകൾ മൊത്തം വ്യാജമാണെന്ന് ആരും പറയുന്നില്ല. ഇറാൻ അവകാശപ്പെടുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ശരിയെന്ന് വന്നാലും അത് ഇസ്രായേലിനും ചാരസംഘടനയായ മൊസാദിനും ഉണ്ടാകുന്ന പ്രതിച്ഛായ നഷ്ടവും മാനക്കേടും ചെറുതല്ല. കാരണം ദശകങ്ങളായി ഇറാൻ്റെ ഉള്ളിൽ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന മൊസാദ് ഏജൻറ്റുമാർക്ക് വീരനായക പരിവേഷമായിരുന്നു ലോകത്ത്. ഇറാൻ്റെ ആണവ പദ്ധതിയും അതിൽ നിർണായക പങ്കുവഹിക്കുന്ന നദാൻസ് ആണവ കേന്ദ്രവും 10 മടങ്ങ് ശക്തിയോടെയാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. 2025 ജൂൺ 13 ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതോടെയാണ് ഈ വിഷയത്തിന് വീണ്ടും പ്രാധാന്യം കൈവന്നത്. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നതിൽ നിന്ന് തടയുക എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളും മറ്റും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു.